വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിലെന്ന ദൈവശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും സ്നേഹവന്ദനങ്ങളെ അറിയുകയാണ്. കർത്താവിന്റെ ജനമേ, ഒരല്പസമയം മാത്രമുള്ള ഈ ലോക ജീവിതയാത്രയില് വളരെ ശ്രദ്ധയോടെ എക്സാക്ട്ലി കർത്താവ് പറഞ്ഞതുപോലെ പാമ്പുകളെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി നാം ജീവിക്കാൻ പഠിച്ചില്ല എങ്കിൽ നാം ഒഴുകിപ്പോകുവാനായിട്ട് ഇടയാകും. എസ്പെഷ്യലി അന്ത്യനാളിന്റെ ലക്ഷണം കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ വചനം 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. കാരണം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആദ്യത്തെ ലേഖനത്തിൽ ദൈവദാസൻ വിശുദ്ധ പൗലോസ് കാര്യങ്ങൾ ഓർപ്പിച്ചപ്പോ, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ ഓർപ്പിച്ചപ്പോ, തുടർന്ന് അവിടെ ദൈവജനം വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുന്ന, അതായത് നമ്മൾ പറയാറില്ലേ, പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയാറില്ല, യേശുവിശ വരാൻ പോകുന്നു, ഇനി പഠിക്കൊന്നും വേണ്ട, യേശുവിശ വരാൻ പോകുന്നു, ഇനിയിപ്പോ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോ അതായത് വിത്തൌട്ട് എനി പ്രിപ്പറേഷൻ ദേ ആർ മൂവിങ്. അങ്ങനെ വരുമ്പോ ഈ പൗലോസ് തന്റെ 2-ാമത്തെ ലേഖനം എഴുതുകയാണ്. ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ നാൾ അടുത്തു എന്ന് വെച്ച് ആരും നിങ്ങളെ ചതിക്കരുത്. ആ ദിവസം വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കണം. അനേക വിശ്വാസത്തിലുള്ളവർ ആ വിശ്വാസത്തെ മറ്റു പലതിനും വേണ്ടി യാഗമാക്കും. സാധാരണ യാഗം കഴിക്കുന്നത് പ്രാവിനെയോ ആടിനെയോ കാളയൊക്കെ ആണെങ്കിൽ അവരന്ന് യാഗമാക്കുന്നത് വിശ്വാസത്തെ അങ്ങ് യാഗമാക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ലോകത്തിലെ താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി വിശ്വാസയാഗമാക്കും. അനേക വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കും. 2, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ പ്രത്യക്ഷപ്പെടുകയും വേണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോ അതായത് ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയും വേണം. ഇത് വിശുദ്ധ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോ പ്രിയരെ, ഇതില് 1-ാമത്തെ കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം സംഭവിക്കേണ്ടത് വിശ്വാസത്യാഗം സംഭവിക്കണം. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അനേകർ വിശ്വാസം വീണുകൊണ്ടേയിരിക്കും. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, ആ വീഴുന്ന അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾ ഇതുവരെ അധ്വാനിച്ചത് വെറുതെയായി വ്യർത്ഥമായി തീരും. അങ്ങനെ ഉണ്ടാകരുത്. നാം കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്ന ആ സന്ദേശവുമായുള്ള ബന്ധത്തിലാണ് നാം ഇന്ന് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ആ വിശ്വാസത്യാഗം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ദൈവവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അറിവിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ്. അതിന്റെ അർത്ഥം നമ്മളെ അറിവ് കേടിനാൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയാകും. അറിവ് എവിടെയുണ്ട്? വിശുദ്ധ വേദ പുസ്തകത്തിലുണ്ട്. ആരുടെ അറിവാണ്? ഈ ലോകത്തിന്റെ അറിവല്ല. ഈ ലോകത്തിന്റെ ഭരണകർത്താക്കളായ അല്ലെങ്കിൽ സർവ ലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു യേശുക്രിസ്തു പറഞ്ഞ ആ പിശാചിന്റെ അറിവല്ല. പകരം ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ആ ജ്ഞാനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ജ്ഞാനത്തിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. നാം കഴിഞ്ഞ ആ സന്ദേശത്തിൽ നാം മനസ്സിലാക്കി, വുമൻ യു ആർ എ ബിൽഡർ. സ്ത്രീയെ നീ പണിതെടുക്കുന്നവളാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ത്രീ അവൾ പണിതെടുക്കുന്നവളാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ
14 അധ്യായം 1 വാക്യത്തിൽ പറയുകയാണ്, എവരി വൈസ് വുമൺ ബിൽഡത്ത് ഹർ ഹൗസ്. ബുദ്ധിയുള്ള ജ്ഞാനമുള്ള സ്ത്രീയെ തന്റെ വീട് പണിതെടുക്കുന്നു. അപ്പോൾ സഹോദരിമാരെ, ഈ ശബ്ദത്തിൽ കേൾക്കുന്ന സ്ത്രീകളെ, നിങ്ങളെല്ലാം ഒരു പണിക്കാരാണ്, പണിതെടുക്കുന്ന വ്യക്തികളാണ്. അതിന്റെ അർത്ഥം ഇതാ, പണിതെടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ ചെലവുണ്ട്. നിങ്ങൾ വേണം അത് പണിതെടുക്കുവാനായിട്ട്. ഗ്ലോറി, അത് പണിത് നിങ്ങളുടെ കൈ കിട്ടുന്നതല്ല, അത് നിങ്ങൾ പണിതെടുക്കേണ്ടതാണ്. അപ്പോൾ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. എന്നാൽ ഇതാ, അതേ സ്ത്രീക്ക് തന്നെ പൊളിച്ചു കളയുവാനും കഴിയും. പൊളിച്ചു കളയാം. പണിതെടുക്കുവാൻ തന്റെ കയ്യിൽ കൊടുത്തത്, ഇത് പണിതിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ടും കൊടുത്തോ ഒറ്റ ഇടിയും കൊടുത്തോ അതിനെ പൊളിച്ചും കളഞ്ഞു പോകുവാനായിട്ട് സ്ത്രീക്ക് കഴിയും. ഇവിടെ പറയുകയാണ്, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. മറ്റാരുടെ കൈ കൊണ്ടല്ല, സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ഇത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ, പുരുഷന്മാരെ ആത്മീയമായിട്ട് പറയുമ്പോൾ, പുരുഷന്മാരായ നമ്മളും സ്ത്രീകളും ഒരുമിച്ച് സ്ത്രീയാണ്, സഭയാണ്. സഭ ഒരു സ്ത്രീയാണ്. സഭയിലെ നമ്മുടെ ജീവിതം നമുക്ക് പണിതെടുക്കുകയും ചെയ്യാം. സഭയിലെ നമ്മുടെ ജീവിതം നമുക്ക് പൊളിച്ചു കളയുകയും ചെയ്യാം. നമ്മുടെ തീരുമാനമാണ്. എല്ലാം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ വേണം തീരുമാനമെടുക്കുവാൻ. ഗ്ലോറി, നമ്മൾ വേണം തീരുമാനമെടുക്കുവാൻ. ഇതുകൊണ്ടാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഹൃദയത്തിലെ ആലോചന ദൈവം അത് മനുഷ്യനുള്ളത്, എന്നാൽ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുഞ്ഞെ, പ്ലാൻ നിന്റേതാ, നീ പ്ലാൻ ചെയ്തോളണം. അതിന്റെ അർത്ഥം നിന്റെ ഇഷ്ടമാണ് ആ പ്ലാനിൽ കാണുന്നത്. നീ തീരുമാനിക്കണം, നിനക്ക് മരണം വേണോ ജീവൻ വേണോ ഇത് നീ തീരുമാനിക്കണം. പ്ലാൻ ബിലോങ്സ് ടു യു. നീ പ്ലാൻ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? നീ ചെയ്ത പ്ലാനിനനുസരിച്ച്, എന്റെ പ്ലാനിനനുസരിച്ചാണെങ്കിൽ ഞാൻ നിനക്ക് ആലോചന നിനക്ക് തരും. അതിന്റെ പുറകിൽ ഞാൻ ആലോചന തരും. അതിന്റെ അർത്ഥം നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ആ പ്ലാനിനെ ഗൈഡ് ചെയ്യും. ഗ്ലോറി, അതിന്റെ അർത്ഥം ദൈവം എന്തുകൊണ്ടാണ് പ്ലാൻ ചെയ്യാത്തെ? കാരണം ദൈവം പ്ലാൻ ചെയ്താൽ ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ തെറ്റിപ്പോയി. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ പ്ലാനിന്റെ അടിസ്ഥാനം. ജീവനും മരണവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. നമ്മൾ ഏത് തെരഞ്ഞെടുക്കുന്നു അതാണ് ആ പ്ലാനിൽ കാണുന്നത്. ഏതൊരു പ്ലാനും ആ പ്ലാനിന് ഒരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു അവസാനമുണ്ട്. ഗ്ലോറി, ഇതാ, ഇവിടുന്ന് നിങ്ങൾക്ക് ദുബായിക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങളൊരു പ്ലാൻ ഇടും, ഇന്ന വഴികളിലൂടെ നമുക്ക് അവിടെ എത്തണം. അപ്പൊ ആ വഴിയാണ് പ്ലാൻ. ആ പ്ലാനിന്റെ അറ്റത്ത് ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഇതേപോലെ ഞാനും നിങ്ങളും ഏത് ഡെസ്റ്റിനി, ഏത് അവസാനം തെരഞ്ഞെടുക്കുന്നു എന്ന് ദൈവത്തിന് കാണണം. എന്നിട്ട് വേണം, കുഞ്ഞെ, നീ ദൈവരാജ്യം എന്നുള്ള ഡെസ്റ്റിനിയാണ് നീ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതിന് തക്കവണ്ണാണ് നീ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഇതാ ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് പലർക്കും ആലോചന കിട്ടാത്തതിന്റെ കാരണം നമ്മുടെ പ്ലാന് ദൈവരാജ്യം എന്ന ഡെസ്റ്റിനിയിലല്ല. നമ്മുടെ പലരുടെയും പ്ലാന് ലോകം എന്ന ഡെസ്റ്റിനിയിലാണ്. താൽക്കാലികമായ ലോകത്തിലാണ് പലരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചന കിട്ടുന്നില്ല. ഇതാ, നമ്മൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം 16 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്, അതിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഹൃദയത്തിലെ നിരൂപണങ്ങൾ ആർക്കുള്ളത്? ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, ദ പ്ലാൻസ് ഓഫ് ദ ഹാർട്ട് ബിലോങ്സ് ടു മാൻ. അതുകൊണ്ട് ഈ സംഭവം മറക്കരുത്. വി മസ്റ്റ് പ്ലാൻ. നമ്മൾ വേണം പ്ലാൻ ചെയ്യാൻ. അത് ദൈവത്തിന് കൊടുക്കരുത്. നമ്മൾ വേണം പ്ലാൻ ചെയ്യാൻ. പ്ലാൻ നമുക്കുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിന്റെ ഒരു ഡെസ്റ്റിനി ഉണ്ടാകും, അവസാനം ഉണ്ടാകും. ഗ്ലോറി, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താലോ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നാവിന്റെ ഉത്തരം യഹോവയാൽ വരുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തെ ദൈവം തന്റെ ചിന്തകളാൽ നിറയ്ക്കും. അപ്പൊ ചിന്തകളാൽ നിറച്ചാലോ ആ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അതറ സംസാരിക്കുന്നത്. നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഗ്ലോറി, അപ്പൊ നമ്മുടെ പാർട്ടാണ് പ്ലാൻ ചെയ്യുക. ഇന്ന് പലരോടും ദൈവം ആലോചന പറയാത്തതിന്റെ കാരണം അവരുടെ പ്ലാനിൽ അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന മരണമാണ്. ഗ്ലോറി, അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന മരണമാണ്. ആ മരണത്തിനുള്ള പ്ലാനിൽ ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ദൈവത്തിന് ഇഷ്ടമല്ല തന്റെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന കാര്യം. ദൈവത്തിന് ഇഷ്ടമല്ല. പകരം ജീവന്റെ വഴി, ജീവന്റെ പ്ലാൻ തെരഞ്ഞെടുക്ക്. അതിന് തക്കവണ്ണ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ എന്ന് അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഇത്ര സമയം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാ, എനിക്ക് ജീവനിലേക്ക് പോകണം. ദിവസവും ദൈവത്തിന്റെ വചനം കിട്ടിയില്ല എങ്കിൽ ഞാൻ മൂവ് ചെയ്യത്തില്ല. എനിക്ക് ദിവസവും ദൈവത്തിൽ നിന്ന് കേൾക്കണോ? അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ഇതാ,
ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ നോക്കണം. ഇതാ സഭ ആ സ്ത്രീയെ അവൾ ബുദ്ധിയുള്ളവളെങ്കിൽ അവ ഇതുകൊണ്ട് പണിതെടുക്കും. അവൾ ബോഷത്വമുള്ളവളെങ്കിൽ അവൻ പണിതെടുക്കത്തില്ല. അവൻ ലോകത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയാകും. ഗ്ലോറി. ശ്രദ്ധിച്ചേ, ഇന്നലെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്നവർക്കറിയാം, ഇന്നലെ കർത്താവ് തന്നൊരു വെളിപ്പാടെന്ന് പറയുന്നത് ഇന്നത്തെ സഭയിലെ ഭൂരിഭാഗം ജനവും ഞാനൊരു കഥ പണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു സുബോധമില്ലാത്ത ഒരു സ്ത്രീയെ, ആ സുബോധമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിഞ്ഞു. എന്നാൽ തന്റെ ഭർത്താവ് വീട്ടിലുണ്ട്. പക്ഷേ ആ സമയം തന്നെ തന്റെ വേലക്കാരനും ഉണ്ട് വീട്ടില്. വേലക്കാരനെ ഭർത്താവായി കണ്ടിട്ട് വേലക്കാരന്റെ പുറകെ പോകുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഇന്ന് സഭയിലെ ജനങ്ങളിൽ അധികവും. അതായത് ഭർത്താവ് വീട്ടിലുണ്ട്, വീട്ടിൽ ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ ആ ഭർത്താവിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ വേലക്കാരന്റെ പുറകെ, വേലക്കാരനെ ഭർത്താവായി കണ്ടുകൊണ്ട് വേലക്കാരന്റെ പുറകെ പോകുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഇന്ന് സഭയിൽ അധികവും. ഇതിനെ സാധൂകരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു ശുശ്രൂഷയിൽ ഭൂതം ഇളകുകയാണ്. ആ ഭൂതം ഇളകുമ്പോൾ ഭൂതം വിളിച്ച് പറയുകയാണ്, നിങ്ങൾ വെറും വിഡ്ഢികളാണ്, നിങ്ങൾ അത്ഭുതത്തിന്റെ പുറകെ നടക്കുന്നവരാണ്. ക്രിസ്ത്യാനിയോട് പറയും, അത്ഭുതത്തിന്റെ പുറകെ നടക്കുന്നവരാണ്. ഭൂതത്തിന് അറ്റ്ലീസ്റ്റ് ഒരു സുബോധമുണ്ട്. അത്ഭുതം എവിടെയാണ് ആളുകൾ അന്വേഷിക്കുന്നത്? അത്ഭുതം അന്വേഷിക്കുന്നത് ജഡീക മണ്ഡലത്തിലെ അത്ഭുതങ്ങളാണ് ജനം അന്വേഷിക്കുന്നത്. പ്രിയരെ, നാം ഇവിടെ ഈ നാളിൽ നാം മനസ്സിലാക്കേണ്ടത്, ആ പിശാച് വീണ്ടും പറഞ്ഞൊരു കാര്യം ഇതാണ്. നിങ്ങൾ ചിന്തിച്ചു, ദേ ആർ മെൻ ഓഫ് ഗോഡ്, ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. എന്നാൽ ഇതിലധികം പേരും ദൈവത്തിന്റെ ദാസന്മാരല്ല. ദേ ആർ മൈ ബോയ്സ്, അവർ എന്റെ കുട്ടികളാണ് അവരെ. പിന്നെ ആ ഭൂതം ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു നടക്കുന്ന 90% ആളുകളും കബളിക്കപ്പെട്ട് കിടക്കുകയാണ്. അതായത് അവര് നരകത്തിലേക്കുള്ള യാത്രയില് യേശുക്രിസ്തു മരിച്ചത് വെറുതെ ആയി പോയി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ പിശാചിന്റെ കണ്ണിൽ എങ്ങോട്ടേക്ക് പോകുന്നവര്, ദൈവരാജ്യത്തിന്റെ ഡയറക്ഷനിൽ പോകുന്നവർ. യേശുവിന്റെ കണ്ണിൽ മാത്രമല്ല, യേശു പറഞ്ഞു ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്, കടക്കണമെങ്കിൽ പോരാടണം. ഗ്ലോറി ടു ഗോഡ്. അപ്പോ പ്രിയ ദൈവത്തിന് ജനമേ, ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ദൈവവചനത്തിൽ ലോകമക്കളോടല്ല, ദൈവമക്കളോട് പറഞ്ഞു കഴിഞ്ഞു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. ഗ്ലോറി. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. അങ്ങനെ പ്രിയരെ, ഈ നാളുകളിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രമീകരണം ഇന്ന് പലരുടെയും ജീവിതത്തിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിക്കുക, നമ്മള് എന്താണോ നമ്മൾ പറയുന്നത് അതിന്റേതായ ഒരു ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പണിതെടുക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് എന്റെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ നെറ്റിലോ ഒക്കെ കിട്ടുവാനായിട്ട് ഇടയാകും. തുടർന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, മാൻ ഇസ് എ സ്പിരിച്വൽ ഹോം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഭവനമാണ്, ദൈവിക ഭവനമാണ്. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് താമസിക്കാം, മില്യൺ കണക്കിന് സ്പിരിറ്റുകൾക്ക് താമസിക്കാം മനുഷ്യന്റെ ഉള്ളില്. ഇവൻ ദൈവം പോലും താമസിക്കാൻ തെരഞ്ഞെടുക്കുന്ന വീടെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വർഗത്തിൽ ദൈവം ഒതുങ്ങത്തില്ല, സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങത്തില്ല. എന്നാൽ സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒതുങ്ങും. ഗ്ലോറി. നമ്മുടെ ഉള്ളിൽ, മനുഷ്യന്റെ ഉള്ളിൽ ഒതുങ്ങും. അതുകൊണ്ട് സഹോദരി, ചുമ്മാതെ ഒന്നും ഈ സംഭവത്തെ കാണരുത്. ഇതെന്താണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിന്റെ പാലസാണിത്. ഗ്ലോറി. അത്യുന്നതനായ ദൈവത്തിന്റെ പാലസാണിത്. ഗ്ലോറി. ദൈവം എന്താ ഇന്ന് ചെയ്യണേ? ഇന്നൊരു ഭവനം ഒരുക്കുകയാ. ഗ്ലോറി. ഇന്നൊരു ഭവനം ഒരുക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരുക്കിയെടുത്തിട്ട് ദൈവം പറയുക സഭയിലുള്ള വ്യക്തികളോട്, ഞാൻ അകത്തേക്കൊന്ന് വന്നോട്ടെ, ഞാൻ നിന്റെ ഹൃദയമാകുന്ന വാതുക്ക മുട്ടുകയാണ്. വിശ്വാസികളോടാ പറയുന്നേ. ഹൃദയമാകുന്ന വാതുക്ക മുട്ടുകയാണ്, ഞാനൊന്ന് കയറിക്കോട്ടെ. എന്നാൽ സഭ കയറുവാൻ സമ്മതിക്കുന്നില്ല. കാരണം സഭയ്ക്ക് തിരക്കാണ്. കൺവെൻഷന്റെയും ക്രൂസൈഡുകളുടെയും ഉപവാസ പ്രാർത്ഥനകളുടെയും ഒക്കെ തിരക്കായതുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് കയറ്റുവാനായിട്ടുള്ള സമയമില്ല ഇന്ന് അധികം പേർക്കും. കാരണം അവര് തിരക്കാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അപകടം പിടിച്ച തിരക്കാണത്, അപകടം പിടിച്ച തിരക്ക്.
അങ്ങനെ ആകരുത്. ഇതാ ലവോദിക്ക സഭയോട് കർത്താവ് പറയുകയാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. അപ്പൊ കർത്താവ് അകത്താണോ പുറത്താണോ? പുറത്താ. വേറെ പക്ഷേ സഭ പറയുന്നു ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്ക് എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾക്ക് നല്ല കാഴ്ചയുണ്ട്, ഞങ്ങൾ ഇതാ എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന, അതായത് ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സഭയാണെന്നാണ് അവർ പറയുന്നത്. കർത്താവ് പറയുന്നു നീ വെറും ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ് എന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെയാണ് ഇന്ന് അറിഞ്ഞുകൂടാതെ വൻപൻ കൂട്ടം ജനം സ്വർഗരാജ്യത്തിലേക്ക് എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകുന്ന ഈ യാത്രയില് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ. ഈ യാത്ര നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ല എങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് നിങ്ങളുടെ ഭവനം പൊളിച്ചു കളയുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്നത്തെ പിശാചിന്റെ ഒരു തന്ത്രം എന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. അതായത് പ്രയോജനപ്പെടുന്ന ദൈവദാസിമാരെ എന്താ ചെയ്യണേ? ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തിയിട്ട് അവരെ അവസാനം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ഈ കരിമ്പില്ലേ ഈ മിഷനിലൂടെ കയറ്റി വിട്ടിട്ട് അതിന്റെ ജ്യൂസ് എല്ലാം എടുത്തിട്ട് ഇത് അവസാനം ഈ ചണ്ടിയെ കൊണ്ട് കളയുന്നത് പോലെ ഈ ലോകത്തിന്റേതായ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം ഇതാ പ്രയോജനപ്പെടുന്ന വ്യക്തികളെ ഉപയോഗിച്ച് അവരുടെ സമയം മുഴുവൻ ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് കർത്താവിനിട്ട് കൊടുക്കും. അതുകൊണ്ട് സഭകളിലെ ആളുകൾ വന്നിരുന്നിട്ട് പ്രസംഗത്തിന്റെ സമയത്ത് പറയുന്ന കാഴ്ച, കാരണം ചണ്ടിയാക്കിയിട്ട് കൊടുക്കുക. ഇനി പോയി നീ കേട്ടോ, ഇനി നീ കർത്താവിന്റെ പണി ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസം പറഞ്ഞു, ഇതാ എന്നെ പിശാചിപ്പോ ചെയ്യുന്നത് രാത്രി 2-2:30 ആകുമ്പോഴാ എന്റെ പ്രവർത്തികൾ തീരുന്നു ഇപ്പോ. കാരണം അത്രത്തോളം ഓവർലോഡാ. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയോട്, അത്രത്തോളം ഓവർലോഡായിട്ട് കൊണ്ട് 2-2:30 ആയി കഴിയുമ്പോ കർത്താവിന്റെ പ്രവർത്തിക്കാൻ അപ്പൊ തളർന്ന് ഒടിഞ്ഞ് ഇതാ കിടക്കയിലേക്ക് വീഴുകയാ. ഒന്നും ചെയ്യുവാൻ നിവർത്തിയില്ലാതെ. അത് പിശാചിന്റെ ഒരു തന്ത്രമാ. എന്നാൽ ഈ നാളുകളിൽ പണിതെടുക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മളെ പണിയുവാൻ ദൈവം സഹായിക്കും. ചില നാളുകള് ഇങ്ങനെയൊക്കെ പിശാചിന് ചെയ്യുവാൻ കഴിയും, പക്ഷെ അധിക ദിവസം അവനങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതാ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ലോകത്തിന്റെ സിസ്റ്റം നമ്മളെ പിടിച്ച് കെട്ടുവാൻ ശ്രമിക്കുന്ന ഒരു സർപ്പമാണ് സർപ്പം. പിശാച്, പ്രിയ സഹോദരങ്ങളെ, ഇതാ സർപ്പത്തിന്റെ രൂപത്തിലാ വരുന്നത്. അതായത് ഞാൻ പിശാചാന്ന് പറഞ്ഞല്ല എന്റെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ആദത്തിന്റെ അടുക്കൽ ഹവ്വയുടെ രൂപത്തിൽ വന്നു, ഹവ്വയുടെ അടുക്കൽ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നു, യേശുവിന്റെ അടുക്കൽ പത്രോസിന്റെ രൂപത്തിൽ വന്നു. കുഞ്ഞെ, നിന്റെ അടുക്കൽ ആരുടെ രൂപത്തിലാ വന്നേക്കണേ? യേശുവിന്റെ അടുക്കൽ വന്നപ്പോ യേശു തിരിച്ചറിഞ്ഞു. പത്രോസ് ഒരു പ്രസംഗം കൊണ്ടുവന്നപ്പോ യേശു പറഞ്ഞു, പിശാചേ മാറി നിൽക്ക. ഗ്ലോറി. എന്നാൽ ആദത്തിന് മനസ്സിലായില്ല ഹവ്വ ആരുടെ ആലോചനയും കൊണ്ടാ വന്നേക്കണേന്ന്. ഹവ്വയ്ക്ക് മനസ്സിലായില്ല സർപ്പം ആരുടെ ആലോചനയും കൊണ്ടാ വന്നേക്കണേന്ന്. ഗ്ലോറി. അപ്പൊ ഈ നാളുകളിൽ ഡിസൈൻ ചെയ്ത് വേണം കാര്യങ്ങളെ ചെയ്യുവാൻ. അല്ലാത്തവൻ കുഴിയിൽ വീണുപോകും. ഡിസൈൻ ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനം, ഞാനും നിങ്ങളുടെ മനസ്സിലാക്കേണ്ടത്, ജയം പ്രാപിക്കണമെങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ജെനസിസ് ചാപ്റ്റർ 3 ഹൈഡ്സ് ആൻഡ് ഓൾവേസ് വർക്കിംഗ് എങ്ങനെ ജെനസിസ് ചാപ്റ്റർ 2. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തെ മറയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായത്തെ മറയ്ക്കുകയാണ്. പിശാചിന്റെ പണി ഇന്ന് അതാണ്, മെയിൻ പണി അതാണ്. 2-ാം അധ്യായത്തെ മറയ്ക്കുക. 3-ാം അധ്യായം കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. കാരണം ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ അധികം കേട്ടിട്ടുള്ള വ്യക്തികളല്ല ഈ ശബ്ദപരിധിയിലുള്ളത്. കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി രാജാക്കന്മാരാക്കി നിത്യവും നമ്മളിലൂടെ ഭൂമിയെ ഭരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പണി. അതായത് രാജാവിന്റെ മക്കളായ രാജകുമാരന്മാരും രാജാക്കന്മാരും. ഇതിന്റെ പദ്ധതിയാണ് ഉൽപ്പത്തി പുസ്തകം 2-ൽ നടക്കുന്നത്.
ഇതിന്റെ പദ്ധതിയാണ് ഉൽപ്പത്തി പുസ്തകം 2. എന്നാൽ ആ പദ്ധതിയിൽ നിന്ന് അനുസരണക്കേട് മൂലം താഴെ വീണ് പോയ മാനവരാശിക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയുടെ പണിയാണ് ഇന്ന് അനുഗ്രഹം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് പണിഷ്മെന്റ്. ഞാൻ നിങ്ങൾ രാവിലെ മുതൽ ഓടുന്ന പണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർക്ക് ഓഫ് പണിഷ്മെന്റ് ഫോർ അവർ ലിറ്റിൽ സ്റ്റൊമക്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വയറിന് വേണ്ടി ഓടുവാൻ തക്കവണ്ണം കിട്ടിയിരിക്കുന്ന ശിക്ഷാവിധിയാണത്. അതാണ് ഉൽപ്പത്തി 3. ദാറ്റ് ഈസ് നോട്ട് എ ബ്ലെസ്സിംഗ്, ഇറ്റ്സ് എ കർസ്. ആ ബ്ലെസ്സിംഗ് നോക്കിയ ഓടല്ലേ, അവിടെ ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതി. ബ്ലെസ്സിംഗ് ഈസ് റിയലി ഹിഡൻ ഇൻ ജെനസിസ് ചാപ്റ്റർ 2. രണ്ടിലും അറിഞ്ഞു കിടക്കുക. എന്താണ് അവിടെ? രണ്ടിലും അറിഞ്ഞു കിടക്കുന്ന ബ്ലെസ്സിംഗ് എന്തിനാണെന്നറിയാമോ? രണ്ടിലും കർത്താവ് വേല പറഞ്ഞിട്ടുണ്ട്, 3ലും കർത്താവ് വേല പറഞ്ഞു. 2ൽ നമ്മളോട് പറഞ്ഞ വേല ആദത്തോട് പറയാണ്, തോട്ടം കാക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക. അതെന്തിനാണെന്നറിയാമോ? എന്നിട്ട് അതിനൊരു സഹായിയും കൊടുത്തു. അതെന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും എന്നേക്കും രാജാക്കന്മാരാക്കി ഭൂമിയുടെ ഭരണാധികാരികളാക്കുവാൻ വേണ്ടി, അതിനുവേണ്ടിയാ ഉണ്ടാക്കിയേ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം ഇതാ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ പശു ഉണ്ടല്ലോ, ഈ പശു സർപ്പത്താൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ഇതാ പശുവിന് അനങ്ങാൻ വയ്യ. പശു അപ്പോഴും ചിന്തിക്കുന്നത് എവിടെ കിട്ടും പുല്ല്, എനിക്ക് എവിടെ കിട്ടും പുല്ല്, കുറച്ചും കൂടി കൂടുതൽ പുല്ല് കിട്ടുമോ? പശു ആ സർപ്പത്താൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ പശുവിനെ സർപ്പം ചുറ്റിയിട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇതാ ഒരു മനുഷ്യനെ സർപ്പം കൊന്നിട്ടിരിക്കുകയാണ്. ഒരു സിംഹത്തെ ഇതാ സർപ്പം പിടിച്ചിട്ടിരിക്കുക. സിംഹം കിടന്ന് കരയുകയാണ്. അതിന്റെ അർത്ഥം ഈ ഭൂമിയിലെ നീ ലക്ഷപ്രഭുവായാലും കോടീശ്വരനായാലും ബില്യണയറായാലും എത്ര രാജാവായാലും ഈ സർപ്പം നിന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. കുഞ്ഞാ, നീ അറിയുന്നില്ല. കാരണം നിന്നെ കോമയിലാക്കി, ഒരു ബോഷനാക്കി ഈ ലോക സംവിധാനം നിന്നെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. പണിഷ്മെന്റ് വർക്കിനെ വലിയ മഹത്വമായി കാണിച്ചിട്ട് അതിലെ അനുഗ്രഹവും തേടി നടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, ഈ പശുവിന്റെ ശരീരത്തിലാ സർപ്പം ചുറ്റിയിരിക്കുന്നത്. എന്നാൽ എന്റെയും നിങ്ങളുടെയും എവിടെ സർപ്പം ചുറ്റിയിരിക്കുന്ന അറിയാമോ? ശരീരത്തിലല്ല, എന്റെയും നിങ്ങളുടെ സോളിലാണ് സർപ്പം ചുറ്റിയിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെ സോളിൽ, മനസ്സിലാണ് ഈ ലോകത്തിന്റെ സർപ്പം, ആ പഴയ പാമ്പ് എന്റെ നിങ്ങളുടെ സോളിലാ ചുറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സോളിന്റെ സിസ്റ്റം, ഈ ലോകത്തിന്റെ സിസ്റ്റം നമ്മളെ മൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ ഞാൻ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇതാ ഒരു മല്ലയുദ്ധം ചെയ്യുന്ന വ്യക്തിയെ പോലെ, ഇത് കണ്ടോ, ഈ വ്യക്തി സർപ്പം ചുറ്റിയപ്പോ ഇതാ കിടന്ന് ഈ പശുവിനെ പോലെ കിടന്നു കൊടുക്കുകയല്ല. ഇതാ ഈ സിംഹത്തെ പോലെ വെറും അലറുക മാത്രം ചെയ്യുകയല്ല, ചുമ്മാ കിടന്നു കൊടുത്ത് മരിച്ചു പോവുകയല്ല. പകരം അദ്ദേഹം എന്താ ചെയ്യുന്നറിയാമോ? ഇതാ ആ സർപ്പവുമായിട്ട് യുദ്ധം നടത്തുകയാണ്. നീ എന്നെ ചുറ്റിയിരിക്കുക, എന്റെ സോളിനെ ചുറ്റിയിരിക്കുക. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ നീ എന്നെ ചുറ്റിയിരിക്കുകയാ. എന്നാ ഈ നാളുകളെ ലോകമേ, എനിക്ക് നീയുമായ ഒരു യുദ്ധമുണ്ട്. പിശാചേ, എനിക്ക് നീയുമായ ഒരു യുദ്ധമുണ്ട്. ഞാൻ ദൈവത്തിന് ജനിച്ചവനാ. അതുകൊണ്ട് ലോകത്തിന് ജനിച്ചത് കൊണ്ടല്ല ഞാൻ നിനക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. ഞാൻ ദൈവത്തിന് ജനിച്ചതുകൊണ്ട് നിനക്കെതിരെ യുദ്ധം ചെയ്യുക. ആ പാമ്പിന്റെ തലയ്ക്ക് പിടിച്ചിട്ട് ആ സോളിൽ നിന്ന് ആ പാമ്പിനെ ഉലിഞ്ഞു മാറ്റുന്നത് പോലെ കുഞ്ഞെ, നിന്റെ സോളിനെ ചുറ്റിയിരിക്കുന്ന ഈ ലോകത്തിന്റെ ശക്തിയായ സർപ്പത്തെ, ആ പഴയ പാമ്പിനെ നീ അവനെ ഉലിഞ്ഞ് കളയണം. ദൈവം തരുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ. ഹല്ലേലൂയ, ഗ്ലോറി. ഈ നാളുകളിൽ അല്ലാതെ വെറും വിഡ്ഢികളെ പോലെ കർത്താവിന്റെ വചനം പറയുന്നത് ജെറമ്യ 4:23, എന്റെ ജനം ഭോഷന്മാർ, അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, അവർ ബുദ്ധികെട്ട മക്കൾ. They are sottish children. ബുദ്ധികെട്ട മക്കൾ.
ദോഷം ചെയ്യാൻ മിടുക്കന്മാർ, നന്മ ചെയ്യാൻ അറിഞ്ഞുകൂടാ. എന്റെ വാക്കല്ല, എന്റെ നിങ്ങളെ ഉണ്ടാക്കിയ അപ്പന്റെ വാക്കായി പറയുന്നേ. വേറെ ഹല്ലേലൂയ. തൽക്കാലത്തേക്കുള്ളതിനെ ഒരു ചാണു വയറിന് വേണ്ടി നീ അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളെന്ന് പറഞ്ഞ അതിനെ അനുഗ്രഹമായിട്ടെടുത്ത് വെറും വിഡ്ഢികളെ പോലെ ജീവിക്കാതെ, കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിൽ നമ്മുടെ ജനമണ്ഡലത്തിൽ എന്തെല്ലാം കിട്ടിയാലും കിട്ടിയില്ലേലും അതെല്ലാം ഇവിടം കൊണ്ട് തീരും. വേറെ അതുകൊണ്ട് താൽക്കാലികത്തിലേക്കല്ല, നിത്യമായതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇതാ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ അറിയാം. ശ്രദ്ധിച്ചേ, ഇതാ മനുഷ്യൻ ഒരു ആത്മീക ഭവനമാണ്. ഇതാ കർത്താവ് യേശുവിന്റെ അടുക്കൽ പിശാച് വെളിപ്പെട്ടപ്പോഴും പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു ലീജിയൻ ആളുകളുണ്ട്, ഞങ്ങൾ ഇത്രത്തോളം പേരുണ്ട്. ഇതാ സ്പിരിറ്റ് സംസാരിക്കുക. മനുഷ്യന്റെ ഉള്ളിൽ സ്പിരിറ്റിന് താമസിക്കുവാനായിട്ട് കഴിയും. ഇത് ശ്രദ്ധിക്കുക. ഇതില് മനുഷ്യന്റെ ഈ സെക്ഷനിൽ എവിടെയൊക്കെ ആരൊക്കെയാ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടായി ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ആത്മാവിൽ യേശു എന്ന മണവാളൻ താമസിക്കുന്നു. ഇതുകൊണ്ടാണ് 1 Corinthians 6:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവോട് ചേർന്നാൽ ക്രിസ്തുവുമായി ഏക ബോഡിയല്ല, സോളല്ല, സ്പിരിറ്റ്, ആത്മാവായി തീർന്നു. ഗ്ലോറി. യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഭവനമാണ് നമ്മുടെ ആത്മാവ്. ഗ്ലോറി. ഇനി നമ്മൾ എവിടെ വസിക്കുന്നു എന്നറിയാമോ? സ്ത്രീയെ മണവാളം വസിക്കുന്നത് ആത്മാവിലാണെങ്കിൽ മണവാട്ടി വസിക്കുന്നത് സോളിലാണ്. ആ സോളാണ് മനുഷ്യന്റെ ഹൃദയം. ഗ്ലോറി. മണവാട്ടി വസിക്കുന്നത് മനുഷ്യന്റെ ദേഹിയിലാണെന്ന് ഉൽപ്പത്തി 2:7 പറയുന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി, ദേഹി സോളായി, ജീവനുള്ള ദേഹിയായി തീർന്നു. ഗ്ലോറി. അപ്പോ മനുഷ്യൻ വസിക്കുന്നത് ദേഹിയിലാണ്. ഇനി മനുഷ്യന് ഭൂമിയിൽ ഭരണം നടത്തുവാൻ, രാജാവിന് ഭരണം നടത്തുവാൻ ഒരു മാഗ്നിഫിസന്റ് എക്യുപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ എക്യുപ്മെന്റിന്റെ പേരാണ് ശരീരം, ബോഡി. ഗ്ലോറി. അതായത് ബോഡി എന്ന് പറയുന്നത് വേലക്കാരനാണ്, സർവന്റാണ്, ദാസനാണ്. ഗ്ലോറി. ബോഡി ദാസനാണ്. ഹല്ലേലൂയ. ആ ജഡം ദാസനാണ്. ഹല്ലേലൂയ. ആ ജഡത്തെ അല്ല നമ്മൾ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ആ വീട്ടിലെ ബ്രൈഡ് ഗ്രൂമിന്റെ ബ്രൈഡ് അല്ലെങ്കിൽ മണവാളന്റെ മണവാട്ടി അനുസരിച്ച് ജീവിക്കേണ്ടത് മണവാളനെയാണ്. അല്ലാതെ ഇതാ മണവാട്ടിയെ അല്ല, ഇതാ ദാസനെ അല്ല. ദാസനെയല്ല അനുസരിച്ച് ജീവിക്കേണ്ടത്, ജഡത്തെ അല്ല അനുസരിച്ച് ജീവിക്കേണ്ടത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, അതുകൊണ്ട് കർത്താവിന്റെ രക്ഷിക്കപ്പെട്ടവരോട് പറയാം, നീ മരിക്കും. സംശയമൊന്നുമില്ല, നിശ്ചയം. ഗ്ലോറി. ഇതുകൊണ്ടാണ് പിശാച് ഇളകിയപ്പോ പിശാച് പറഞ്ഞത്, നിങ്ങൾ വെറും വിഡ്ഢികളാണ്. ഗ്ലോറി. 90% ആളുകളെയും കൂടി ഇതാ അവരുടെ കയ്യിലിരിക്കണേ. സത്യമാണ്. വചനത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ ഉണ്ടല്ലോ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അതായത് കർത്താവിനെ അണിഞ്ഞൊരു സ്ത്രീയെ, ഭർത്താവിനെ അണിഞ്ഞൊരു സ്ത്രീയെ. ജോവാഷിന്റെയും അനുവിന്റെയും വിവാഹം കഴിഞ്ഞപ്പോ അനൂപ്പ് എന്നാ പേര് പറഞ്ഞില്ല, പരിചയപ്പെടുത്തില്ല. എന്നാ പേര് പറഞ്ഞേ? അനു ജോവാഷ്. അനൂപ്പ് ആരെ അണിഞ്ഞിരിക്കുക? ജോവാഷിനെ അണിഞ്ഞിരിക്കുക. മനസ്സിലായോ? സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ, അതായത് തന്റെ ഭർത്താവിനെ അണിയുക ഏതൊരു സ്ത്രീയും. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ, സഭയെ കാണിക്കുന്ന 12 അപ്പോസ്തലന്മാർ. ഇതാ ചന്ദ്രൻ കാലിന്റെ കീഴെ, പിശാചിന്റെ പ്രവൃത്തികൾ കാലിന്റെ കീഴെ. അവൾ ഗർഭിണിയാണ്. അവളുടെ മുമ്പിൽ ഒരു സർപ്പം നിൽക്കുന്നുണ്ട്. സഭയാണ് മുമ്പിൽ ഒരു സർപ്പം നിൽക്കുന്നുണ്ട്. സർപ്പത്തിന് അവളെ ഒരു പ്രശ്നവുമില്ല, അവളെ ഒന്നും ചെയ്യുന്നില്ല. സർപ്പം അവളോട് ഒരു വിഷയവുമില്ല, അവളൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ സഭയെ നീ ഓൾറെഡി എന്റെ കസ്റ്റഡിയിലാണ്. പിന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? പക്ഷെ നിന്റെ ഉള്ളിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, അവനെ എനിക്ക് വേണം. നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, അവനെ എനിക്ക് വേണം. ആ കുഞ്ഞ് എന്തിനാ വളർന്നതെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞ് വളരുന്നത് ഇരുമ്പ് ദണ്ട് കൊണ്ട് ലോകം വാഴാനാണ്. ജയിക്കുന്നവരുടെ ഗ്രൂപ്പാണ് ആ കുഞ്ഞ്. ഇരുമ്പ് ദണ്ട് കൊണ്ട് ലോകം വാഴാനാ. ആ കുഞ്ഞിനെ വിടുങ്ങാൻ സർപ്പം വാ പൊളിച്ചു നിൽക്കുകയാ. സ്ത്രീയെ വേണ്ട, കുഞ്ഞിനാ മതി. ആ കുഞ്ഞ് പെണ്ണല്ല, കുഞ്ഞാണ്. ആ കുഞ്ഞ് പെണ്ണല്ല, കുഞ്ഞാണ്. അതെ. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇനി അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണാകാൻ വേണ്ടി ആഗ്രഹിക്കരുത്. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു പെണ്ണാകാൻ പറ്റത്തില്ല. കാരണം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഇതാ പെൺകുട്ടികളായിട്ടല്ല വീണ്ടും ജനിക്കണേ, പുത്രന്മാരായിട്ടാ. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്,
പുനരുദ്ധാന ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അവരെല്ലാം ദൈവപുത്രിമാരായിരിക്കുന്നല്ല, ദൈവപുത്രന്മാരായിരിക്കും. വേറെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും സ്ത്രീകളായി തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ജയം പ്രാപിച്ച പുത്രന്മാരാ. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീ പ്രസവിക്കുന്നത് പെൺകുഞ്ഞിനെയല്ല, സർവ രാഷ്ട്രങ്ങളെ ഇരുമ്പ് കണ്ടുകൊണ്ട് വാഴുവാനുള്ള ഒരാൺകുട്ടിയെ അവൾ പ്രസവിക്കുന്നു. ആ കുട്ടിക്ക് നേരെയാണ് സർപ്പം നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ആ സ്ത്രീ. എന്നാൽ ആ കുഞ്ഞ് ഉത്ഭവിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഗ്ലോറി. ആ കുഞ്ഞ് എങ്ങനെ ഉണ്ടാകുന്നത്? ഓരോ ദിവസവും ഒരുക്കപ്പെടുകയാ കുഞ്ഞ്, ഓരോ ദിവസവും ഒരുക്കപ്പെടുകയാ. ഇതേപോലെ പ്രിയ ദൈവത്തിന് ഞാനും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, സഭ അല്ലെങ്കിൽ സഭയിലെ ഓരോ വ്യക്തികളും സഭയിലെ ഓരോ സ്ത്രീക്ക് തുല്യമാണ്. ഈ സ്ത്രീക്ക് തുല്യമായിരിക്കുന്ന ഈ വ്യക്തി സോളിലാണ് ആ വ്യക്തി, അവന്റെ ഹൃദയത്തിലാണ് ആ വ്യക്തി പ്രഗ്നന്റ് ആകുന്നത്, അല്ലാണ്ട് യൂട്രസിലല്ല. ശരീരത്തിന്റെ ഗർഭപാത്രമാണ്, വൂമ്പാണ് യൂട്രസ്. ഒരു സ്ത്രീക്കുള്ളതാണ്. എന്നാൽ സോളിന്റെ ഗർഭപാത്രമാണ് മനുഷ്യന്റെ മനസ്സ്. ശരീരത്തിലെ ഗർഭപാത്രത്തിലേക്ക് ഒരു ബീജം കടന്നു വരുമ്പോഴാണ് ആ ബീജം തുടർന്ന് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു ശിശുവായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതേപോലെ മനസ്സ് എന്ന ആ ഗർഭപാത്രത്തിലേക്ക് വരുന്ന ബീജമാണ് ചിന്തകൾ, വാക്കുകളിലൂടെ വരുന്ന ചിന്തകൾ. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ, വചനമെന്ന ബീജത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാനും നിങ്ങളെ എന്ത് സ്വീകരിക്കുന്നുവോ ആ സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സ് സാച്ചുറേറ്റ് ആകും, ഇംപ്രിഗനേറ്റ് ആകും നമ്മുടെ മനസ്സ്. തുടർന്ന് അത് ഡെവലപ്പ് ചെയ്യപ്പെടും. തുടർന്ന് അത് ഡെവലപ്പ് ചെയ്യപ്പെട്ട ശിശു വളർന്ന പോലെ വളരുകയോ, തുടർന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ അത് ലോകത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ, ഇതെന്റെ ജീവിതത്തിൽ നടന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിലൂടെ കർത്താവ് റിലീസ് ചെയ്ത പുസ്തകങ്ങൾ. അതിനെ ഈ ലോകത്തിന് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എതിർക്കാൻ പറ്റും, പക്ഷെ കീഴടക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. അപ്പൊ പ്രിയ ദൈവത്തിന് അതിനെതിരെ പിശാച് ആഞ്ഞടിക്കും, പക്ഷെ അവന് ജയിക്കാൻ പറ്റത്തില്ല. അവന് കൊണ്ടുപോകാൻ പറ്റുന്നതിനറിയാമോ? പുറകിൽ നടക്കുന്ന, ശ്രദ്ധിക്കാതെ നടക്കുന്ന, വളരാതെ ഇരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അതിനെ കൊണ്ടുപോകും. ഗ്ലോറി. ശ്രദ്ധിച്ച്, നിങ്ങൾ ഈ നായാട്ടിനൊക്കെ, അതായത് സിംഹം, ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിംഹവും പുലിയൊക്കെ ഏത് മൃഗത്തെയാ പിടിച്ചോണ്ട് പോണെന്ന് കണ്ടിട്ടുണ്ടോ? മുമ്പിൽ പോണതിനെയല്ല, മുമ്പിൽ പോണതിനെയല്ല. ഈ മാനും ഇങ്ങനെയുള്ളവരൊക്കെ കാളയൊക്കെ മുമ്പിൽ ഇവിടെ പോകും, ഇങ്ങനെ പോകും. അവരൊക്കെ പോണത് എങ്ങനെയാ? ലൈനായിട്ടാ പോണേ. ലൈനായിട്ട് പോകുമ്പോ ആ സിംഹം എന്ത് ചെയ്യും? ആ കുറ്റിക്കാട്ടില് ഒളിച്ചിരിക്കും. എന്തിനാ വെച്ചേക്കെന്നറിയാമോ? ആരെ പിടിക്കാനോ? മുമ്പിൽ പോണതിനെ പിടിക്കാനാണോ പുറകിൽ പോണതിനെ പിടിക്കാനാണോ? പുറകിൽ പോണതിനെ പിടിക്കാൻ. അങ്ങനെ പിശാചിന് പുറകിൽ പോണ ചെറുതിനെയൊക്കെ കിട്ടും, മുമ്പിൽ പോണതിനൊന്നും കിട്ടത്തില്ല. കർത്താവ് യേശുവിനെ അനുഗമിച്ച മുമ്പിൽ പോണതിനൊന്നും കിട്ടത്തില്ല. പുറകിൽ പോണ പലതും വീഴും. ഈ നാളിൽ പുറകിൽ പോകാൻ നിൽക്കല്ലേ, ഒരുമിച്ച് ഓടിക്കോ, ഒരുമിച്ച് മുമ്പിൽ പൊക്കോ. കാരണം നമുക്കൊരു യാത്രയുണ്ട്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തതുപോലെ നമ്മൾ ലോകത്തിന്റെ തടവറയിൽ നിന്ന് യേശു എന്ന ധീര പുരുഷൻ കാൽവരെ ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ വിടുവിച്ചു. എന്നിട്ട് നമ്മോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കാൻ. നമ്മൾ ഒരുമിച്ച് യേശുവിനെ അനുഗമിച്ച് യാത്രയാ. ഈ യാത്രയിൽ യേശുവിനോട് കൂടെ നിന്നു, മണവാളിനോട് ഒപ്പത്തിനൊപ്പം നിന്നു. നമുക്ക് ഓരോന്നിച്ച് ആ ദൈവരാജ്യം അവകാശമാക്കാം. അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഗെറ്റ് റെഡി, പാക്ക് അപ്പ്, വി ആർ ഗോയിങ്. ഹല്ലേലൂയ. എല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കുക. നമ്മൾ പോവുക, നമ്മൾ താമസിക്കുകയല്ല, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയല്ല. ഇന്നലെ ആരും ഞാൻ നിന്നോട് അവർ പറഞ്ഞു, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ട. ഞാൻ പറയും, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണില്ല.
കാരണം ഇവിടുന്ന് പോകാൻ പോവാ. പിന്നെ ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാ ഇവിടെ ഉള്ളേ. ഇവിടെ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏതാണ്ട് വിരലിലുള്ളെന്ന സമയം കൂടി ഉള്ളൂ. ഇനി ബിസിനസ് ചെയ്യാൻ ഒരുത്തനും പറ്റത്തില്ല. വേറെ സ്വർഗരാജ്യ അവകാശമാക്കണമെങ്കിൽ ജോലിക്ക് പോകാൻ ഒരുത്തനും പറ്റത്തില്ല. വേറെ കാരണം ശമ്പളം കിട്ടണമെങ്കിൽ കയ്യിൽ ചിപ്പിടുക്കണം. വേറെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു ID കാർഡും വേണ്ടായിരുന്നു. ഒരു ID കാർഡും വേണ്ടായിരുന്നു ബാങ്കിൽ ചെന്ന് ക്യാഷ് മാറാൻ, അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ കയറാൻ ഒരു ID കാർഡും വേണ്ടായിരുന്നു. ഇന്ന് ഇമിഗ്രേഷനിൽ കയറണമെങ്കിൽ ID കാർഡ് വേണം. അത് കമ്പ്യൂട്ടറിലിട്ട് ടൈപ്പ് ചെയ്ത് കിട്ടി ആ ഡിജിറ്റൽ നമ്പർ അത് കമ്പയർ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അകത്ത് കയറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്കുള്ളിൽ ഈ വിരലിലെണ്ണുന്ന ചില നാളുകൾക്കുള്ളിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തിനും ആ ചിപ്പെടുത്തേ പറ്റും. ചിപ്പെടുത്താൽ ആ നിമിഷം പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പുസ്തകത്തിൽ ജീവപുസ്തകത്തിലുള്ള പേരെടുത്ത് കളയും. ഗ്ലോറെ. അപ്പൊ പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യും? ഗ്ലോറെ. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ജോലി എടുത്ത് എങ്ങനെ ശമ്പളം മേടിക്കും? ഗ്ലോറി. ഹല്ലേലൂയ. ഇവിടെയാണ് വിശ്വാസത്യാഗം സംഭവിക്കാൻ പോണേ. ഇവിടെയാണ് വിശ്വാസത്യാഗം സംഭവിക്കാൻ പോണേ. ഇത് വെറും കൈയോടെ തീരുമാനവുമായിട്ട് ഞാൻ എന്റെ ജോലി കളഞ്ഞ് തരാൻ പോവുകയെന്ന് പറയുമ്പോ വീട്ടിലെ ഭാര്യ കുഞ്ഞുങ്ങളെ നോക്കിയേ. ഈ കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടോ നിങ്ങൾക്ക്? ഇനി ഇവർക്കല്ല കൊടുക്കാൻ. എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടൂല്ലേ, കൂടെ കഴിക്കും. ഇവർക്കുമല്ല കൊടുക്കുക. എന്നാ പിന്നെ സമാധാനം ഉണ്ടാക്കണ്ടേ എന്നും പറഞ്ഞു പോയി ചിപ്പെടുക്കും. അതോടുകൂടെ പുള്ളിയുടെ ജീവിതത്തിലുള്ള പേര് മാഞ്ഞും കിട്ടും. ഗ്ലോറി. ഹല്ലേലൂയ. ഇങ്ങനെ തലതിരിഞ്ഞ റിവേഴ്സ് പീസ് ഉണ്ടാക്കരുത് ഒരു പുരുഷനും തലതിരിഞ്ഞ റിവേഴ്സ് പീസ് ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ വഴികളിൽ ജീവിച്ചാൽ ദൈവം വഴിയും മാർഗങ്ങളും തുറന്നു തരും. ഗ്ലോറി. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കരുത്. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കുന്ന പുരുഷന്മാർ ഇന്ന് ധാരാളമാണ് ക്രിസ്തീയ സമൂഹത്തിലും ഈ ലോകത്തിലും. സമാധാനം ഉണ്ടാക്കരുത്. യഥാർത്ഥ വിശ്വാസികൾ മനസ്സിലാക്കി. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കേട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം അല്ല വാളത്ര വരുത്തുവാൻ വന്നത്. അത് എവിടെയാ? ആദ്യ ലോകത്തിലല്ല കുഞ്ഞ്, നിന്റെ വീടിന്റെ ഉള്ളില്. മത്തായി 10:34 പറയാ, ആദ്യം ലോകത്തിലല്ല, ആദ്യം നിന്റെ വീടിന്റെ ഉള്ളില്. വേറെ ഹല്ലേലൂയ. എന്റെ വാക്ക് വിശ്വസിക്കേണ്ട. യേശു പറഞ്ഞു സമാധാനം അല്ലെന്ന് പറഞ്ഞ പിന്നെ അവിടെ നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് കാര്യമില്ല. അവിടെ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ദൈവിക വ്യവസ്ഥയെ നിങ്ങൾ തലതിരിച്ചാലേ സമാധാനം ഉണ്ടാക്കൂ. അങ്ങനെ ദൈവിക വ്യവസ്ഥയെ തല തിരിക്കണമെങ്കിൽ തിരിക്കാം. നിങ്ങൾക്കറിയാമോ നരകത്തിൽ പോകാൻ ക്യൂവിന്റെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ 1ാം സ്ഥാനം കിട്ടുന്ന ആർക്കെന്നറിയാമോ? ഈ ശബദീപുത്രന്മാരെ കർത്താവിന്റെ അടുക്ക വന്ന് ചോദിച്ചു, അങ്ങ് 1ാം സ്ഥാനം വേണം. കാരണം ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിക്കണം. ഈ നല്ല പ്രാർത്ഥനയാണ്. അവിടെ 1ാം സ്ഥാനം വേണമെന്ന്. ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു, ഞങ്ങൾക്ക് അവിടെ 1ാം സ്ഥാനം വേണം എന്നുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ കർത്താവ് മറ്റുള്ളവരും മുറുമുറുത്തുമെങ്കിലും കർത്താവ് പറഞ്ഞു കൊടുത്തു അതിന്റെ മാർഗം എന്താന്നൊക്കെ. പക്ഷെ അത് സ്വർഗത്തിലല്ലേ. നിങ്ങൾക്ക് നരകത്തിൽ 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ അതിന്റെ അവസ്ഥ അറിയാമോ? അറിഞ്ഞൂടാ അല്ലെ? പറഞ്ഞു തരാം. നരകത്തിൽ 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ അതിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞത് ദൈവം വെച്ച വ്യവസ്ഥയെ പേടിച്ചിട്ട് അതിനെ തലതിരിച്ചാൽ മതി. അവരുടെ പേരാണ് ഭീരുക്കൾ. ദൈവം വെച്ച അവസ്ഥയെ തലതിരിച്ചാൽ മതി. ഹല്ലേലൂയ. ആദത്തോട് പറഞ്ഞു യു ഷുഡ് റൂൾ ദ എർത്ത്. അതിന് സഹായിയായിട്ട് ഹവ്വയെ കൊടുത്തു. ഹവ്വ വരികയാണ് പിശാചിന്റെ ആലോചനയുമായിട്ട്. ഇന്ന് ആദ്യത്തെ വ്യക്തി കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കിയത് ആദമാണ്. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കി ആദം ഭാര്യ വന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ഇവളെ കൂടെ കടത്തി ഉറക്കുമെന്ന് തോന്നുന്നില്ല. ഇതാ സംഭവം അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവദാസന്മാരോട് ദൈവം വെച്ച അവസ്ഥയുടെ കാര്യങ്ങൾ പലതും നിന്റെ തലയിണ പങ്കിടുന്ന ആ സ്ത്രീയോട് പോലും മിണ്ടി പോകരുത്. You will have or you should lead a separate life with me. Glory. അവിടെ സമാധാനം ഉണ്ടാക്കി. എന്തു പറ്റി? അത് അന്നുണ്ടാക്കിയ സമാധാനത്തിന്റെ റിസൾട്ട് എന്താ? കർത്താവ് പറഞ്ഞ കാര്യം, നീ എന്നെക്കാളുപരി നിന്റെ ഞാൻ സഹായിക്കാൻ തന്ന എന്റെ പ്രൊജക്ടിന് സഹായിക്കാൻ തന്ന നിന്റെ ഭാര്യയുടെ, വ്യക്തമായിട്ടാ പറയണേ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ച ഭരണാധികാരി.
നീ നിമിത്തം നിനക്ക് താമസിക്കാൻ തന്ന നിന്റെ ഭവനമായ ഭൂമി ശപിക്കപ്പെട്ടു. നിങ്ങളുടെ കുടുംബം ശപിക്കണമെങ്കിൽ, ശപിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്താൽ മതി. സഹോദരിമാരെ, നിങ്ങളോടാ പറയുന്നേ, ഇങ്ങനെയൊക്കെ ചിലത് ചെയ്താൽ കുടുംബ ശാപത്തിന്റെ കീഴിലായി. ദൈവം വെച്ച വ്യവസ്ഥയെ തലതിരിക്കരുത്. ദൈവം പറയുന്നത് പുരുഷൻ കേൾക്കണം. കാരണം ദൈവം പുരുഷനെ ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാ. ഹലോ, അങ്ങനെയെങ്കിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നെ യജമാൻ എന്തിനാ ഉണ്ടാക്കിയത് അത് മനസ്സിലാക്കി അതിനു വേണ്ടി ജീവിക്കണം. അത് ചെയ്യുവാൻ ദൈവം തന്ന സഹായിയാണ് സ്ത്രീകൾ. വേറെ സഹായി പറയുന്നത് കേട്ടല്ല മൂവ് ചെയ്യേണ്ടത്. ദൈവം പറയുന്നത് കേട്ട് സഹായിയുടെ സഹായത്തോടെ ആ പ്രൊജക്ട് ഭൂമി ചെയ്യണം. അല്ലെങ്കിൽ റിവേഴ്സ് പീസ് ഉണ്ടാക്കണേ, തല തിരിഞ്ഞ സമാധാനം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പുരുഷനെ ഉണ്ടാക്കിയത് സ്ത്രീക്ക് വേണ്ടി അല്ല. നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ബിരിയാണി ഉണ്ടാക്കിയത് ഉപ്പിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റുമോ? ബിരിയാണി ഉണ്ടാക്കിയത് ഉപ്പിന് വേണ്ടിയല്ല. പക്ഷെ ഉപ്പ് പറയുകയാണ് ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാ, അതുകൊണ്ട് ബിരിയാണി ഞാൻ പറഞ്ഞ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴും ഉണ്ടാക്കിയ ആള് പറയാ, ഉപ്പേ നിനക്ക് വേണ്ടിയല്ല ബിരിയാണിയാ ഉണ്ടാക്കിയത്, യജമാനന് വേണ്ടിയാ. പക്ഷെ നീ ബിരിയാണിയോട് ചേർന്നാൽ ആ ബിരിയാണിക്ക് രുചി കൂടും, ആ ബിരിയാണി അനേകർക്ക് ഉപയോഗപ്രദമായിട്ട് തീരും. അല്ലെങ്കിൽ വിശപ്പടക്കിയിട്ട് ആളുകൾ നിർത്തും, അത് ഞാൻ കഴിക്കില്ല, ഉപ്പില്ലല്ലോ. അതായത് ദൈവം വെച്ച സാധനത്തെ, ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയതിനെ അപഹരിച്ചുകൊണ്ട് പോകരുത് സ്ത്രീകൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ നിങ്ങളുടെ കുടുംബം ശപിക്കപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങളായിരിക്കും നരകം അനുഭവിക്കുന്നതിൽ ഒന്നാം സ്ഥാനക്കാർ. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കുന്ന ഏതൊരു ഭർത്താവ്, ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഞാനടക്കമുള്ള നിങ്ങളോട് ഒരുമിച്ച് പറയുക ദൈവത്തിന്റെ വചനം, തലതിരിഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്ന ഏതൊരു ഭർത്താവും, ആ ഭർത്താവ് ഇത് അനേകർ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ വലിച്ചുകൊണ്ട് പോവുക, അവര് വലിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ പോകുന്നതിന്റെ കാരണം അവരുടെ ശക്തിയെ എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ജഡശക്തി കൊണ്ട് ഇത് പൈശാചികൻ അവരുടെ പുറകിലിട്ടിരിക്കുന്ന നെഗറ്റീവ് പവറിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, നടക്കില്ല. നിങ്ങൾ വീഴും. അവർ അങ്ങനെ ഭീരുക്കളായി സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരു കൂട്ടം ജനം, ഭീരുക്കളായി ജനത്തെ പേടിച്ച് ജീവിക്കുന്ന ദൈവദാസന്മാർ, ഇവർക്കൊക്കെ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, നരകത്തിൽ കയറുവാനുള്ള ഒന്നാം സ്ഥാനമാണ് ഇവർക്ക്. ഒന്നാം സ്ഥാനം, തീപ്പൊയ്കയിലേക്ക് ഒന്നാം സ്ഥാനം. രണ്ട് ചെവിയും തുറന്ന് കേട്ടോ, ഒന്നാം സ്ഥാനം. ഇവരുടെ പേരാണ് ഭീരുക്കൾ. നിങ്ങൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകം 21:7 ഒരു വാക്യമുണ്ട്, നിങ്ങളൊരു മറക്കത്തില്ല. ഓപ്പൺ ഹൗസാ, സ്വർഗത്തിലെ ഓപ്പൺ ഹൗസ്. ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാം, സ്കൂളിൽ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ സമയമാണ് ഓപ്പൺ ഹൗസ്. ഇതുപോലെ സ്വർഗത്തിലെ ഓപ്പൺ ഹൗസാ വെളിപ്പാട് 21:7. ഓപ്പൺ ഹൗസ് കഴിഞ്ഞാൽ പിന്നെ തോറ്റവരുടെ ലിസ്റ്റ് കൂടി ഇടുന്നുണ്ട്. ഇവിടെ ജയിച്ചവരുടെ ലിസ്റ്റ് മാത്രമാണെങ്കിൽ അവിടെ തോറ്റവരുടെ ലിസ്റ്റ് കൂടി രണ്ടും ഇടും. ആദ്യം ജയിച്ചവരുടെ ലിസ്റ്റ്, പിന്നെ തോറ്റവരുടെ ലിസ്റ്റ്. തോറ്റവരുടെ ലിസ്റ്റില്, തീപ്പൊയ്കയിലേക്ക് പോകാൻ പോണവരുടെ ലിസ്റ്റില് ഏറ്റവും മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആരാന്നറിയാമോ? ഈ കൂട്ടരാ. ദൈവത്തിന്റെ അവസ്ഥയെ തല തിരിച്ച് സമാധാനം ഉണ്ടാക്കിയ ഈ കൂട്ടരാണ്, ഭീരുക്കളാണ്. തീപ്പൊയ്കയിലേക്ക് പോകാൻ ഒന്നാം സ്ഥാനക്കാരൻ. വേറെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 21:7 ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓപ്പൺ ഹൗസ് ആണ്. അതിന്റെ 6 കൂടി വായിക്കാമല്ലോ, പ്രൊജക്ട് തീരുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തു, സംഭവിച്ചു തീർന്നു. കാരണം ദൈവത്തിന്റെ പ്രൊജക്ട് തീർന്നു എന്നാ പറഞ്ഞത്. വേറെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആരംഭിച്ച 1:26 ലെറ്റസ്റ്റ് മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് അവർ ഓൺ ലൈക്ക്നെസ്. നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം, നമ്മുടെ സാദൃശ്യം നമ്മുടെ സ്വരൂപത്തിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം എന്ന പ്രൊജക്ട് തീർന്നു എന്നാണ് എഴുതിയേക്കണം ഇവിടെ. വേറെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാണ്.
അവൻ എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇത് ശ്രദ്ധിക്കുക, റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവം, അവനെനിക്ക് മകനുമായിരിക്കും. ഇതാണ് ജയിക്കുന്നവരുടെ ലിസ്റ്റ്. ഗോറെ, ഇനി അടുത്തത് തോക്കുന്നവരുടെ ലിസ്റ്റാ. തോക്കുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം ഏശാവിനെ പോലും പൊട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെയുള്ളവര് ഏശാവിന് സ്ഥാനം 5-ാം സ്ഥാനമാണ്. ദുർനടപ്പുകാരൻ ഏശാവിന് പറയണേ. ഏശാവിനെ കുറിച്ച് പറയുമ്പോ ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനാണ് ഏശാവ്. അമ്മേ, അതായത് നിത്യമായി കിട്ടിയതിന് അതിനെ വിറ്റിട്ട് താൽക്കാലികമായ പായസത്തെ മേടിച്ച പാർട്ടി. ഗ്ലോറെ, ഇതാണ് ഏശാവ്. അവനെപ്പോലെ 5-ാം സ്ഥാനത്തേക്ക് ആക്കി ഇവർ 1-ാം സ്ഥാനത്തേക്ക് കയറുക. ആര്? ബീരിക്കൾ. നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റാണേ. ആ ഏശാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾ ആര് ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ ദുർനടപ്പുകാരൻ ആകരുത്. ആര്? ദുർനടപ്പുകാരൻ. അമ്മേ, നിങ്ങൾക്കറിയാമോ ഈ ലിസ്റ്റ് തൊട്ട് താഴെ പറഞ്ഞാണ് ദുർനടപ്പുകാരനായിട്ടുള്ള സ്ഥാനം 5-ാമത്തെ സ്ഥാനം 5. അവൻ ക്യൂവിൽ നിന്ന് ആദ്യം കയറാൻ പറ്റത്തില്ലാണ്, 5-ാമതേ കയറാൻ പറ്റും. പക്ഷെ ബീരിക്കൊക്കെ എപ്പോ കയറാന്നറിയാമോ? ആദ്യം തന്നെ അകത്തേക്ക് കയറാം. തീപ്പൊയ്കലേക്ക് ആദ്യം തന്നെ കയറുന്നത് ആരാന്നറിയാമോ? ബീരിക്ക. അവർ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ബീരിക്കൾ 1-ാം സ്ഥാനം. അവരാണ് ആദ്യം ക്യൂവിൽ ആദ്യം നിൽക്കുന്നത്. ബീരിക്കൾ. ഹല്ലേലൂയ. ബീരിക്കൾ, അതായത് റിവേഴ്സ് സമാധാനം ഉണ്ടാക്കുന്നവർ. അതായത് രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയോ ഇതാ ഞങ്ങൾ തീയിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. അതെ, അപ്പോ എന്നാ പിന്നെ ശദ്രക്ക് മേശക്കിനോട് പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരു സമാധാനമൊക്കെ ഉണ്ടാക്കി. അപ്പൊ രാജാവ് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾ നമസ്കരിച്ചു. ഇന്ന് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ വേറെ വല്ലതും ചെയ്താൽ പോരെ? ആ ദൈവത്തിന് ഇതിന് ക്ഷമ ചോദിച്ചാൽ പോരെ? എന്തൊക്കെ ചെയ്താൽ അവസാനം സോറി എന്ന് പറഞ്ഞാൽ പോരെ? ഈ കാര്യങ്ങൾ ഇതേ രീതി അവർ സമാധാനം ഉണ്ടാക്കാനൊന്നും പോയില്ല. രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലേലും ശരി. അവർ സമാധാനം ഉണ്ടാക്കിയില്ല. അവരവിടെ ബീരിക്കളായിട്ടല്ല, അവരെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി അവിടെ തെളിയിച്ചു. ബീരിക്കളായിട്ടല്ല. ഗ്ലോറി, ഹല്ലേലൂയ. എന്നാൽ അവർ തലതിരിച്ചാണ് പ്രവർത്തിച്ചെങ്കിൽ അവർ ബീരിക്കളാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ഓർമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെക്കും. എന്നിട്ട് പറയാണ്, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, അനുജന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാര്യമാരെ അനുസരിച്ച് ജീവിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. പകരം എന്ത് ചെയ്യണം? ഭാര്യയുടെ സഹായത്തോടെ ദൈവം തന്ന പ്രൊജക്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ല തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കാൻ പോകല്ലേ. നരകത്തിലേക്ക് കയറുന്നതിൽ 1-ാം സ്ഥാനക്കാർ നിങ്ങളായി തീരും. അങ്ങനെ ആകരുത്. ദാനിയേലിനെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല്. രാജാവോ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ 1 മാസം രാജാവിനോടല്ലാതെ വേറൊരാളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. കൊള്ളാലോ. ദാനിയേൽ കേട്ടതായിട്ട് ഭാവിച്ചതേയില്ല. ദാനിയേൽ എന്നാ ചെയ്തെന്നറിയാമോ? ദാനിയേല് താൻ പതിവ് പോലെ ചെയ്യുന്നതുപോലെ പ്രാർത്ഥിച്ചു. ആരോട്? യഹോവയോട് പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ ശത്രുക്കൾ പോയി കാര്യം വിവരം അറിയിച്ചു. ദാനിയേൽ അവിടെ ആണെങ്കിൽ സമാധാനം ഉണ്ടാക്കാമായിരുന്നല്ലോ. അതാ പിന്നെ രഹസ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് താൻ തന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഭൂമിയിലെ രാജാവിന്റെ കൽപ്പന ഉയരത്തിലെ സൃഷ്ടാവായ രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ഞാൻ അതിനെ കീഴ്പ്പെടുത്തില്ല. അവിടെ സമാധാനം ഉണ്ടാക്കാൻ നോക്കിയില്ല. ദാനിയേൽ എടുത്ത് സിംഹക്കുഴിയിൽ ഇറങ്ങി. സിംഹത്തെ ഉണ്ടാക്കിയവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ നാളുകളിൽ ബി ബോൾഡ് ടു ഒബേ ഗോഡ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ. ഇവിടെ പറയാണ്, നരകത്തിലേക്ക് പോകുന്നവരുടെ ആദ്യ ലിസ്റ്റിൽ ബീരിക്കൾ. ഹല്ലേലൂയ. ബീരുവായി ഇവിടെ റിവേഴ്സ് തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പ്രിയരെ മരിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുന്നതാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ
ശ്രദ്ധിച്ചേ, നിങ്ങൾ തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചേ. ഭാര്യ അനുസരിച്ച് ദൈവം തന്റെ പ്രൊജക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഉണ്ടാക്കിയ പുരുഷൻ ഇതാ സഹായിയെ അനുസരിച്ച് ജീവിച്ച് സമാധാനം ഉണ്ടാക്കിയെന്ന് വെക്കേ. എത്ര നാളുണ്ടാകും? എത്ര നാൾ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും? വേറെ 20 വർഷം, 30 വർഷം, ഏറിയാൽ ഒരു 40 വർഷം, അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ പേരിൽ ഈ ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങൾ ചെയ്തത് സ്വർഗം നോട്ട് ചെയ്ത് കഴിഞ്ഞു. സ്വർഗം നോട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ നാളിൽ മനസ്സിലാക്കുക, ദൈവം നമുക്ക് ഏൽപ്പിച്ച പ്രൊജക്ട് എന്ന് പറയുന്നത് ഇതാ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതാ. അതിന് തക്കവണ്ണം പുരുഷന്മാരെ നമ്മളെ ദൈവം വെച്ചിരിക്കുന്നു. അതിന് സഹായികളായി സ്ത്രീകളെയും വെച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിന് ഈ സെപ്പറേഷൻ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരു ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ 2 മക്കളാണ്. ഒരുവൻ ജനറൽ മാനേജറാണ്, എന്നാൽ അത്രയും ഇതാ വിദ്യാഭ്യാസം ഇല്ലാത്ത വേറൊരാള് ഫൈനാൻസ് മാനേജറോ അല്ലെങ്കിൽ ഫൈനാൻസ് ലെവലിലോ പ്രവർത്തിക്കുന്നു. ഇത് ആ ഫാക്ടറിയിലേ ഉള്ളൂ. അതായത് ഒരുവൻ മെയിൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റേ ആൾ സഹായിക്കുന്നു. എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 2 പേരും തുല്യം, 2 പേരും മക്കൾ. ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ, ഇവരുടെ അസൈൻമെന്റുമായുള്ള ബന്ധത്തിലാണ് ഇതാ പുരുഷന് ദൈവം പ്രൊജക്ട് കൊടുത്തത്. എന്നാൽ പുരുഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത സോളാണ് സ്ത്രീയെ. ആ സ്ത്രീക്ക് 2 തുല്യ പങ്കാണ്. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ പുരുഷന് കീഴടങ്ങി ജീവിക്കണം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ഇതാ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് പാപത്തെക്കുറിച്ചും പാപത്തെ കീഴടക്കുന്നതിനെ കുറിച്ചും. അതോടൊപ്പം തന്നെ 3-ാം അധ്യായത്തിലും പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, തിരിച്ചു കൊണ്ടുവന്നാട്ടെ. ഓ ഫാദർ വി താങ്ക് യു. 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 4:7. ലോർഡ് ഐ ലവ് യു. ഇതാ കയീനും ആബേലും, ലോർഡ് ഐ ലവ് യു. 7:76. കയീനും ആബേലും യാഗം കഴിച്ചു. ഒരുവന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായില്ല. ഒരുവന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായില്ല. കയ്യിന്റെ യാഗത്തിൽ പ്രസാദമായില്ല. ഈ സമയത്ത് ഇതാ ദൈവം കയ്യിനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദമാവുകയില്ലയോ? നീ നന്മ ചെയ്തില്ലെങ്കിലോ പാപം നിന്റെ വാതുക്കൽ കടക്കുന്നു. നീ അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീ അതിനെ കീഴടക്കണം. ഗ്ലോറി, നീ അതിനെ കീഴടക്കണം. ശ്രദ്ധിക്കുക, അതിന്റെ ചുരുക്കം ഇതാണ്. നിങ്ങൾക്ക് ആ വാക്യം കാണുവാനായിട്ട് കഴിയും. നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ പാപം നിന്റെ മുമ്പിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്ന് പറയാമോ? പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാപം വാതിക്കെ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു പറഞ്ഞ അർത്ഥം എന്താ? ഒരു സിംഹം വാതിക്കെ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന് നിന്നെ പിടിക്കണമെന്നാണ് ആഗ്രഹം, അല്ലേ? അങ്ങനെ സമ്മതിക്കുന്നോ? ഇതേ വാക്യം തന്നെയാണ് സ്ത്രീകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇതേ വേട് തന്നെയാണ് അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. സെയിം വാക്ക്, ഇതിന്റെ ഹെബ്രായ വാക്കും സെയിം വാക്ക്. യു ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. യു ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. ഇത് തല തിരിഞ്ഞുപോയ സിസ്റ്റമാണ്. ഇതാ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം എടുത്ത് ഇത് വായിക്കുക. നമ്മൾ തുടർന്നുള്ള സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് 4-ന്റെ 7 കൊണ്ടുവന്നേ. ഓ ലോർഡ് ഐ ലവ് യു. അവിടെ എഴുതിയിരിക്കുക, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്. അതിന്റെ ആഗ്രഹം അത് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഗ്ലോറി. ഇനി ഉൽപ്പത്തി 3:16 വന്നേ. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിലേക്ക് വന്നേ. 3:16 അത് അവിടെയും ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. രണ്ടൊരൊറ്റ വേടാ.
യു ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നിന്റെ ആഗ്രഹം, യഥാർത്ഥത്തിൽ ഇതാണ് ട്രാൻസ്ലേഷൻ എങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാരെ അങ്ങ് സ്നേഹിച്ചങ്ങ് കൊന്നേനെ. പക്ഷെ ഇവിടെ തല തിരിഞ്ഞ. ഗ്ലോറി, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. ഇതുകൊണ്ടാണ് നമ്മൾ ആ വേർഡ് മനസ്സിലാക്കിയത്. ആ കടന്നു വന്നിട്ട് കുഞ്ഞ 7:776 ഇതാ നമ്മൾ മനസ്സിലാക്കിയ ആ പർട്ടിക്കുലർ പാർട്ടുണ്ട്. ആ പാർട്ട് ഇതാണ്. ശ്രദ്ധിച്ചേ, ഓ ലോർഡ് ഐ ലവ് യു. അവരെഴുതിയിരിക്കുകയാണ്, then he said to the woman, I will sharpen the pain of your pregnancy and in pain you will give birth. ഈ വേദനയോടെ മക്കളെ പ്രസവിക്കും. And you will desire to control your husband. You will desire to control. നീ നിന്റെ ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ ആഗ്രഹിക്കും. നിന്റെ വാക്കുകളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് പിശാച് സ്ത്രീകളുടെ ഉള്ളിൽ കൊടുത്ത നെഗറ്റീവ് പവറാണ്. സഹോദരികളെ, നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. ഈ പവറിനെ ഉപയോഗിക്കരുത്. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ഭാര്യമാരേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കാരണം ഈ നെഗറ്റീവ് പവർ ഹവ്വയിൽ നിന്ന് വന്ന എല്ലാ സ്ത്രീകൾക്കും ഈ നെഗറ്റീവ് പവർ ഉണ്ട്. എന്നാൽ എങ്ങനെ സ്ത്രീക്ക് ഇതിനെ ഓവർകം ചെയ്യാം? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ അവർ ദൈവത്തിലുള്ള പ്രത്യാശത്വം. സാറെ കുറിച്ച് പറയുമ്പോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വായിച്ചേ 1 പത്രോസ് 3-ാം അധ്യായം. എങ്ങനെയാ അതിനെ ഓവർപവർ ചെയ്യാം? 1 Peter chapter 3 അവിടെ പറയുകയാണ്, അതിന്റെ 5-ാം വാക്യം, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ കീഴടങ്ങി ഇരുന്നത്. എങ്ങനെ? ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് വിശുദ്ധ സ്ത്രീകൾ അവരെ തന്നെ കീഴടങ്ങി ഇരുന്നത്. ഗൗരി, അങ്ങനെ കീഴടങ്ങിയിരുന്നപ്പോ എന്ത് സംഭവിച്ചു? അങ്ങനെ സാറ അബ്രാഹാമിനെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചു. കീഴടങ്ങണം. അവനവനെ തന്നെ കീഴടങ്ങണം. ഈ നെഗറ്റീവ് പവർ ഉണ്ട്, അതിനെ കീഴടക്കണം. എങ്ങനെ? ദൈവത്തിന്റെ വചനം പറയുന്നു, റേച്ചലും ലയയും ഒക്കെ ഇസ്രായേൽ ഗൃഹം പണിതതുപോലെ എന്നിട്ട് സ്ത്രീ പണിതെടുക്കണം. റൂത്തിന്റെ പുസ്തകത്തിൽ പറയുക, റേച്ചലിനെ കുറിച്ച് ലയയെ കുറിച്ചും പറയുകയാണ്. റൂത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, റൂത്തെ നീ റേച്ചലിനെ പോലെയും ലയയെ പോലെയും നീ അനുഗ്രഹീതയായി തീരണോ. അവരല്ലോ പണിതെടുത്തത്, ഇസ്രായേൽ ഗൃഹം പണിതെടുത്തത്. സ്ത്രീകൾ പണിതെടുക്കുന്നവരാ. വുമൻ, യു ആർ എ ബിൽഡർ, അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രോയർ ഓൾസോ. സഹോദരന്മാരെ, നിങ്ങളെ ദൈവം തന്റെ പ്രൊജക്ടിന് വേണ്ടി വച്ചിരിക്കുകയാണ്. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് യജമാനിൽ നിന്ന് ദിവസവും കേട്ടുകൊള്ളണം. ദിവസവും കേട്ടത് ചെയ്തു കൊള്ളണം. അത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ കീഴടക്കപ്പെടും. അതിന്റെ ആഗ്രഹമോ നിന്നോടാകുന്നു, പക്ഷെ നീ അതിനെ കീഴടക്കണം. ഗ്ലോറി, ദൈവത്തിന്റെ ശബ്ദം പുരുഷന്മാർ കേൾക്കുക, ഒരുമിച്ച് സ്ത്രീയുടെ സഹായത്തോടെ ആ വേല ചെയ്യുക. ബിരിയാണി ഉണ്ടാക്കിയത് യജമാനു വേണ്ടിയാണ്. ഉപ്പ് അതിനോട് ചേരുമ്പോൾ അത് അനേകർക്ക് പ്രയോജനകരമായി തീരും. അങ്ങനെ ഒരു അനുഗ്രഹമായി തീരുവാനിടയാകും. ഗ്ലോറി, ഉപ്പ് ബിരിയാണിയെ ഭരിക്കാൻ പോകണ്ട, പകരം ബിരിയാണിയോട് ചേരുക, അതിനെ രുചികരമാക്കുക. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയാകും. അമ്മേ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ലോർഡ് ഐ ലവ് യു. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരിക്കലും തലതിരിഞ്ഞ സമാധാനം നമ്മൾ ഉണ്ടാക്കാൻ പോകരുത്. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കാൻ പോയ ലോത്തിന്റെ അനുഭവം നമുക്കറിയാമല്ലോ. ലോത്ത് ഓടി തന്റെ ഭാര്യയുടെ പുറകെ സോദം ഗൊമോറയിലെത്തി. തന്റെ കുടുംബം അവിടെ നശിച്ചു. തുടർന്ന് ദൈവദൂതൻ അവരെ വലിച്ചിറക്കുകയാണ് ആ വീട്ടിൽ നിന്ന് മലയിലേക്ക് ഓടുവാൻ. എന്നാലും ആ സഹോദരിക്ക് ഇറങ്ങി വരാൻ മനസ്സില്ല. പക്ഷെ ലോത്ത് ഒരു തീരുമാനമെടുത്തു, ഞാൻ ഓടുകയാ. സഹോദരി പുറകെ ഓടി. അധികം ഓട്ടം നടന്നില്ല. അതിനു മുമ്പ് സഹോദരിയെ തിരിഞ്ഞു നോക്കി തന്റെ ദർശനം മാറുവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. ആ സ്ത്രീയെ ഓർത്തുകൊള്ളുവാൻ കർത്താവായ യേശു പുതിയ നിയമത്തിൽ നമ്മോട് ഓർപ്പിച്ചിരിക്കുന്നു. ആ ലോത്ത് ഓടിയതുപോലെ ആരെല്ലാം വന്നാലും വന്നില്ലേലും ഞാൻ ഉയരത്തിലേക്ക് ഓടുകയാ. ഇനി ഭൂമിയോടല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ സ്വരം കേട്ട് നമ്മളെ തന്നെ ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ നാളുകളിൽ ലോകമെന്ന ആ സർപ്പ നമ്മളെ സോളിൽ ചുറ്റിയിരിക്കുമ്പോൾ അവനുമായ ഒരു മല്ലയുദ്ധമുണ്ട്.
ആ യുദ്ധത്തില് അവനെ വലിച്ചെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് എടുത്തെറിയുവാൻ, ലോകത്തിൽ ജയിക്കുവാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ദൈവവചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അങ്ങനെയെങ്കിൽ ആരെ ജയിക്കണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. കുഞ്ഞേ, നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ലോക സംവിധാനത്തെ നീ ജയിച്ച് കടന്നു വരണം. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. കർത്താവേ, എനിക്ക് ഈ സത്യം മനസ്സിലായി. ഈ സത്യം എന്നെ സ്വതന്ത്രമാക്കുവാൻ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ സത്യം എന്നെ സ്വതന്ത്രമാക്കണം. ഞങ്ങൾ ആരും ആരെക്കാളും വലിയവരോ ചെറിയവരോ അല്ല. ഞങ്ങളെല്ലാം അങ്ങയുടെ പുത്രന്മാരാണ്. എന്നാൽ ശരീരത്തിൽ ഞങ്ങൾ പുരുഷനും സ്ത്രീയുമാണ്. സോളിൽ ഞങ്ങൾ അങ്ങയുടെ പുത്രന്മാരാണ്. അങ്ങ് വെച്ച ജോലി ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിന്റെ തണലായിരിക്കുവാൻ തന്ന നല്ല സമയത്തിനായി നന്ദി. ഈ സമയത്ത് അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജയമെടുക്കുവാൻ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സഹായിച്ചാട്ടെ. കർത്താവേ, ഈ വചനത്തെ നെഗ്ലക്ട് ചെയ്ത് കർത്താവേ നരകത്തിലേക്ക് പോകുവാൻ ഭീരുക്കളായി ഒന്നാം സ്ഥാനം മേടിക്കുന്നവരാകാതെ, കർത്താവേ സ്വയത്തെ തിരിച്ചടിച്ച് കർത്താവിന്റെ പാനപാത്രം എടുത്ത് കർത്താവെ നാളുകളിൽ സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുവാൻ കർത്താവെ ഈ ശബ്ദപരിധിയിലുള്ള ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനം ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗീയ നാളതിൻ പ്രഭാതമായിതാ, ഭായൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. സ്വർഗീയ നാളതിൻ പ്രഭാതമായിതാ, ഭായൻ പ്രിയൻ വാനിൽ ദൂതസേനയോടിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ?